നമ്മൾ സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയട, പാക്കറ്റിൽ കിട്ടുന്ന അരിയട കൊണ്ടാണ്. എന്നാൽ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ തന്നെ അട ഉണ്ടാക്കുമായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ കുറച്ച് ഉണക്കലരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു കുറിയ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി അതിനെ വാഴയിലയിലേക്ക് സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നതിന് മുമ്പ് വാഴയിലയിൽ അല്പം എണ്ണ തൂക്കണം. പക്ഷെ ഞാനത് മറന്നുപോയി. ഒരല്പം എണ്ണ വാഴയില തൂത്തിട്ട് വേണം ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതിനെ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുക. അങ്ങനെ മുഴുവൻ മാവും ഇലയിൽ കോരി ഒഴിച്ച് ഇങ്ങനെ ചുരുട്ടി വയ്ക്കുക. കട്ടി കുറച്ച് വേണം പരത്താൻ. കട്ടി കൂടിപ്പോയാൽ അടയ്ക്കങ്ങ് ഭയങ്കര കട്ടിയായിപ്പോൾ അപ്പോൾ ഒരു പായസത്തിന് ടേസ്റ്റ് വരത്തില്ല. ഇനി അത് ഓരോ ചുരുട്ടായിട്ടോ അല്ലെങ്കിൽ 2-3 ചുരുട്ടുകൾ ചേർത്ത് വെച്ചോ ഒരു വാഴനാര് കൊണ്ട് കെട്ടി വയ്ക്കുക. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പം അടർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒരു 2-3 മിനിറ്റ് വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം അതിനെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. ഇനി അത് ചൂടൊക്കെ ആറിക്കഴിയുമ്പം ആ കെട്ടഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടർത്തി കൊടുത്താൽ മതി. അതിങ്ങനെ അട ഇങ്ങനെ തനിയെ അടർന്നു വന്നോളും. ഇതിപ്പോൾ എണ്ണ തേക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വീഴാൻ. എണ്ണ തേച്ച ഇലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് അടർന്ന് വീഴും. വളരെ നൈസായിട്ടുള്ള അടയാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന അട കൊണ്ട് പായസം വെച്ചാൽ നല്ല ടേസ്റ്റാണ് പായസത്തിന്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. ഇത്തിരി അരി ഒന്ന് കുതിർത്തരയ്ക്കുന്ന ജോലിയേ ഉള്ളൂ. ഇനി അത് വെള്ളത്തിൽ നിന്നും ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നട്ട്സ് വറുത്ത് കോരുക. അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ അടയിട്ട് കൊടുക്കുക. എന്നിട്ട് നെയ്യിലൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയോ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടയും ശർക്കരയും എല്ലാം കൂടെ ഒന്ന് വരണ്ട് വരണം. ആ ശർക്കരപ്പാനിയിൽ കിടന്ന അടയൊന്ന് വരണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പം തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടാകുക ചെയ്യാവൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ ഇങ്ങനെ പിരിഞ്ഞ് എണ്ണ ഇറങ്ങും. പിന്നെ അതിലേക്ക് ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വീട്ടിലുണ്ടാക്കിയ അട കൊണ്ടുള്ള അടപ്രഥമൻ. ഇനി അത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.